So good evening, everybody. എല്ലാവർക്കും സ്വാഗതം. So today, our third day of revision. ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാവരും നല്ല രൂപത്തിൽ അധ്വാനിക്കുന്നു എന്നറിയുന്നതിന് നിങ്ങളുടെ കമന്റ്സുകൾ അതിൽ തെളിവാണ്. ഇന്നത്തെ ദിവസം ഇടയ്ക്ക് ഒരു ഫോൺ കോളിൽ ചോദിച്ച ഒരു ഡൗട്ട്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണോ നല്ലത് അതോ കമ്പ്യൂട്ടർ സയൻസ് ആണോ? ഏത് കോളേജിലാണ് ഞാൻ ജോയിൻ ചെയ്യേണ്ടത്? ഒരു പരിധിവരെ എല്ലാ കുട്ടികൾക്കുമുള്ള ഒരു ചിന്ത തന്നെയായിരിക്കും ഇത്. ഏത് ട്രേഡാണ് അത് എൻ്റെ സുഹൃത്തുക്കൾ പറയുന്ന ട്രേഡാണോ നല്ലത്? അവിടെ സാധാരണ രൂപത്തിൽ നിങ്ങളുടെ സീനിയേഴ്സ് ഒക്കെ എടുക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഡിസിഷൻ, ഒന്ന്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനോട് പാഷൻ ഉണ്ടെങ്കിൽ, yes, I am so much comfort with the electrical section or electronics or computer, you go ahead with that. നിങ്ങളുടെ പാരന്റ്സും അധ്യാപകരും ലോകവും നിങ്ങളെ അതിനെ ഡയറക്റ്റ് ചെയ്യും. അതിൽ ഏറ്റവും മികച്ചത് നിങ്ങൾക്ക് നേടാൻ കഴിയും. പക്ഷെ അതല്ല, എനിക്കൊരു ജോബാണ് ആവശ്യമെങ്കിൽ, ലൈക്ക് എൻ്റെ പഴയ ഒരു സ്റ്റുഡന്റ് 10th കഴിഞ്ഞ് 11th അഡ്മിഷൻ എടുക്കാൻ ചെങ്ങന്നൂർ മെട്രോപൊളിറ്റൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തിയപ്പോൾ അവിടുത്തെ അന്നത്തെ പ്രിൻസിപ്പൾ ആയിരുന്ന പ്രിയ മാമിനോട് ആ സ്റ്റുഡന്റ് പറഞ്ഞ ഒരു വേർഡ്, ഐ നീഡ് എ ജോബ് ഇൻ മൈ 21st year. 21ാമത്തെ വയസ്സിൽ എനിക്കൊരു ജോബ് വേണം. സോ ദാറ്റ് ഈസ് ദ വിഷൻ. അവിടെ ട്രേഡ് ഒരു മുഖ്യമായ ഘടകമായിരുന്നില്ല. അപ്പോൾ ആഗ്രഹം എന്ന് പറയുന്നത്, ഐ വാണ്ട് എ ജോബ് ഇൻ 21st ഏജ്. അതൊരു എഞ്ചിനീയർ ആയിട്ട് തന്നെ ആകണം. അത് സ്വപ്നമാണ്. ആ സ്റ്റുഡന്റിന്റെ പേരാണ് 2011 ഫസ്റ്റ് റാങ്കുകാരനായി മാറിയ സുമിത് കേസ്. ഒരു കാര്യം കൂടെ നിങ്ങൾ മെമ്മറിയിൽ വെക്കുക, നിങ്ങളുടെ പഠനത്തെ സഹായിക്കുന്ന ഒരു എനർജി. 11ാം ക്ലാസ്സിലെ കോച്ചിങ്ങിൽ നിന്ന് മാറി നിൽക്കുവാനുള്ള ഒരു സാഹചര്യം അദ്ദേഹത്തിന് വന്നപ്പോൾ, സാഹചര്യം മറ്റൊന്നും ആയിരുന്നില്ല, 15ാം വയസ്സിന് താഴെയുള്ള ക്രിക്കറ്റ് ടീമിലെ അംഗമായിരുന്നു സുമിത്. അതിന് പോകണോ, പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണോ എന്നുള്ള ഒരു വടംവലി നടന്ന സമയത്ത് എന്റേതായ ഒരു സജഷൻ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി പറയുവാനുള്ള ഒരു അവസരം ദൈവം തന്നു. ഇഫ് യു കണ്ടിന്യൂ ദാറ്റ് കോച്ചിങ്, യു വിൽ ഗെറ്റ് ദ ഫസ്റ്റ് റാങ്ക്. ഹി ഗോട്ട് ഇറ്റ്. He got 526 rank in IID. I'm proud to say, as a physics teacher, അദ്ദേഹത്തെ സ്വാധീനിച്ചത് കൊണ്ടാകാം, he takes the physics engineering from IIT Guwahati. And keep in mind, in his 21st age, he is America in Microsoft. That is the speciality. കുഞ്ഞുങ്ങളെ, if trade ആണ് മുഖ്യമെങ്കിൽ, go ahead with that one without considering the college's campus. But job ആണ് കേസ് എങ്കിൽ ചിന്തിക്കണം. അവിടെയും മൾട്ടിനാഷണൽ കമ്പനീസ് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് എത്തി വരുമ്പോൾ അവരെടുക്കുന്ന മാനദണ്ഡം എന്ന് പറയുന്നത്, ഏറ്റവും ബ്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഏത് കോളേജിലാണോ അവിടെ ആയിരിക്കും അവരുടെ വരവ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ 177 കോളേജുകൾ നിങ്ങൾ നോക്കുമ്പോൾ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്, നമ്പർ 1 the College of Engineering Trivandrum, number 2 the TKM Kollam, number 3 the Government College Thrissur, the number 4 MA College Kodamangalam, number 5 that RIT Pampadi, number 6 NSS Palakkad. ഈ ഓർഡറിൽ പോവുകയാണ്. ഏറ്റവും ചെറിയ ഫീസിൽ പഠിക്കുവാനുള്ള അവസരവും നിങ്ങളുടെ മുന്നിലുണ്ട്. So
നിങ്ങൾ എല്ലാവരും തിയറിയൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഇൻഫർമേഷൻ തന്നു. വെരി ഗുഡ്. വി ക്യാൻ ബിഗിൻ. നമ്മള് തേർഡ് ഡേ ആണ്. നമ്മുടെ ആദ്യത്തെ 2 ദിവസവും നമ്മൾ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ജസ്റ്റ് ഒന്ന്. ആദ്യത്തെ ദിവസം നമ്മൾ 3 ചാപ്റ്റേഴ്സ് ആണ് പഠിച്ചത്. പക്ഷെ 2ാം ദിവസം നമ്മൾ ലോസ് ഓഫ് മോഷനുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കൺസെപ്റ്റുകളെ നമ്മൾ തിരിഞ്ഞു നോക്കി. ഓർക്കണേ, മൊമെന്റം ഫോഴ്സ്, മൊമെന്റവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഓർക്കണേ, n bullets are coming out from a റൈഫിൾ. ആ സിറ്റുവേഷൻ ഒരു വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് റീസെന്റ്ലി ചോദിച്ചത്. വേരിയബിൾ മാസ് സിസ്റ്റം as v into dm by dt. The string force, that is the very important concept. പുള്ളി സിസ്റ്റവും കണക്റ്റഡ് ബോഡീസും ഒക്കെ നന്നായിട്ടൊന്ന് റിവൈസ് ചെയ്തേക്കുക. സ്പ്രിംഗ് ഫോഴ്സ് ഓർക്കണേ, മൾട്ടി സ്പ്രിങ്സ് ഒരുമിച്ച് ചേർത്ത് വെയിറ്റ് ഹാങ് ചെയ്താലും ആ 2 സ്പ്രിങ്ങിനും ഒരേ റീഡിംഗ് ആയിരിക്കും എന്നുള്ള കാര്യം മറക്കരുതേ. Elevator problem, and keep in mind, when the lift moves with a constant velocity or rest, it reads the weight as such. But if it moves upward with an acceleration a, m into g plus a, m into g plus a, and if it moves downward with an acceleration a, we can say that is a m into g minus a. That is very important one. Then the banking of curved rod, a very good application of circular motion. And keep in mind, in a circular motion, one agency should be there to provide the necessary centripetal force. And keep in mind, in a horizontal curved rod, we can say the friction, the friction, the friction. But in the case of, if we neglect the friction, in a banked curved rod, we can say the horizontal component of reaction that will provide the necessary centripetal force. And keep in mind the very important relation, as we can say, as the tan theta take the value that is equal to v square division by rg. That is a very important one. And if we take that coefficient of friction into account, we have to say that v square division by rg take the value as is equal to as a tan theta plus mu division by 1 minus mu tan theta. പിന്നെ നമ്മൾ ഫ്രിക്ഷനെ ബേസ് ചെയ്തിട്ട് ഒരു കമ്പാരിസൺ നടത്തിയ ഒരു ക്വസ്റ്റ്യൻ ആണ് ചെയ്തത്. പല ആസ്പെക്ട്സുകൾ അതിനകത്ത് വന്നു. തിയറി വളരെ കൃത്യമായിട്ട് നോക്കി പോകാൻ വേണ്ടി മറന്നു പോകരുതേ. Then we move with the work power energy. ഏറ്റവും പ്രാധാന്യമുള്ള ചില ആസ്പെക്ട്സുകൾ നമ്മൾ അവിടെ ഡീൽ ചെയ്തു. ഓർക്കണേ, വർക്ക് 3 കേസസിലൂടെ നമുക്കത് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു. എഫ് ഡോട്ട് എസും അതോടൊപ്പം ഗ്രാഫിക്കൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് വരുമ്പോഴും ഇന്റഗ്രേഷൻ മെത്തേഡും മറന്നു പോകരുതേ. വർക്ക് എനർജി പവർ, ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ്. ദ പൊട്ടൻഷ്യൽ എനർജി, ഈ പൊട്ടൻഷ്യൽ എനർജിയുമായിട്ട് നിങ്ങൾ റിവൈസ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ആണ് equilibrium of bodies. Equilibrium of bodies. And whatever may be the case for equilibrium, the force acting on it becomes zero. ഗ്രാവിറ്റേഷൻ അടക്കമുള്ള ഇലക്ട്രിക്കൽ അടക്കമുള്ള കൺസർവേറ്റീവ് ഫോഴ്സ് വരുമ്പോൾ മറന്നു പോകരുത്, ഒരു കൺസർവേറ്റീവ് സിസ്റ്റം ആണെങ്കിൽ ദാറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. And keep in mind, a body is said to be stable equilibrium. That is a very important aspect. That potential energy should be minimum. And for unstable equilibrium, keep in mind that potential energy take the value as maximum. In elastic collision, the two-dimensional collision. ഇതെല്ലാം മറന്ന് പോകരുതേ. കൃത്യതയോടെ തിയറി ഏറ്റവും പ്രാധാന്യം ഓരോ ചാപ്റ്റർ ബേസ് ചെയ്തിട്ട് പ്രധാനപ്പെട്ട റിലേഷൻസ്, അതിലെ ഓരോ ടേമും ഉദ്ദേശിക്കുന്നത് ഒരു ചാർട്ടിൽ എഴുതി മനോഹരമായിട്ട് ഓരോ ദിവസവും നിങ്ങൾ ഈ ചാപ്റ്ററിനോടൊപ്പം നിങ്ങൾ മൂവ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഏറ്റവും നല്ല സ്കോറിംഗ് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സോ ഡോണ്ട് വറീഡ് അബൌട്ട് ഇറ്റ്. സോ വി ക്യാൻ മൂവ് വിത്ത് ദ റൊട്ടേഷണൽ മോഷൻ ആസ്പെക്ട്സ്. നമുക്ക് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട പോയിന്റ് എന്ന് പറയുന്നത്, യെസ്, റൊട്ടേഷണൽ മോഷൻ ചാപ്റ്ററിലെ
കഴിഞ്ഞ റീസെന്റ്ലി ചോദിച്ച നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയേ. 4 questions each. So we can wait this year also 4 questions from rotational motion. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെ ഇതിനകത്തുള്ള ഓരോ പോയിന്റുകളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നിങ്ങൾ മാർക്ക് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്കൊന്ന് ആദ്യം നോക്കാം. ഈ റീസെന്റ്ലി നമ്മുടെ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ച ആസ്പെക്ട് ആണ് ദ റാങ്ക് നമ്പർ 1, the conservation of angular momentum. And the second very important ranked one is about the rolling motion. നമ്മുടെ ലീനിയർ മോഷനും അതോടൊപ്പം റൊട്ടേഷണൽ മോഷനും കൂടെ ഒരുമിച്ച് ചേർന്ന മൂവ്മെന്റ്. Then the third one, the dynamics of rigid bodies and the center of mass. ഇതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ആസ്പെക്റ്റുകളാണ്. അപ്പൊ നമ്മൾ 4 ക്വസ്റ്റ്യൻ എടുത്താൽ ഇപ്പോഴീ പറഞ്ഞ 4 പോയിന്റിൽ 3 എടുത്തെന്ന് ഉറപ്പിച്ച് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയാസ് ആണ്. അപ്പൊ നമുക്ക് ഈ ഓരോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പെക്ട്സുകളും അതുമായിട്ട് ബേസ് ചെയ്യുന്ന ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം. ഫസ്റ്റ് വൺ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് സെന്റർ ഓഫ് മാസ് ആണ്. You know, the point where the whole mass of the body is supposed to be concentrated. Mathematically, നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്, നമ്മുടെ കയ്യിൽ ഒരു എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ബോഡി ഉണ്ടെങ്കിൽ ആ ബോഡി പ്രകാരം how we can find the location of center of mass. At first one, keep in mind, നമ്മൾ ഇതൊരു n പാർട്ടിക്കിൾ സിസ്റ്റം ആണെങ്കിൽ m1 എന്ന് പറയുന്ന പാർട്ടിക്കിൾ അതിന്റെ പൊസിഷൻ വെക്ടർ r1ലും m2 എന്ന് പറയുന്ന മാസ് പാർട്ടിക്കിൾ അറ്റ് r2 ആണെങ്കിൽ, അതേപോലെ nth പാർട്ടിക്കിൾ mn rn പൊസിഷൻ വെക്ടർ ആണെങ്കിൽ, how we can find the location of the center of mass? വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ആണ്. ആ ലൊക്കേഷനെ നമുക്ക് എക്സ് സെന്റർ ഓഫ് മാസ്, വൈ സെന്റർ ഓഫ് മാസ്, ഇസഡ് കോർഡിനേറ്റ് ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഓർക്കണേ, ദിസ് റിലേഷൻ, ദ ലൊക്കേഷൻ ഓഫ് ദ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് m1 r1 പ്ലസ് m2 r2 പ്ലസ് എക്സെട്ര പ്ലസ് mn rn, that division by that m1 plus m2 plus etc plus mn. That is the aspect there. ഇനി നമ്മുടെ മനസ്സിൽ വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിൽ നിന്ന് നമ്മൾ കോർഡിനേറ്റിലേക്ക് നമ്മൾ മാറുമ്പോൾ എക്സ് കോർഡിനേറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? സിമ്പിൾ ആയിട്ട് നമ്മൾ എഴുതിയാൽ മതി, സിഗ്മ EMI xi ബൈ ദാറ്റ് സിഗ്മ EMI. അതേപോലെ y കോർഡിനേറ്റും z കോർഡിനേറ്റും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കൺസെപ്ച്വലി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കേണ്ട ഒരു പോയിന്റ് മറന്നു പോകരുത്, അത് സ്റ്റാർ ഇട്ട് വച്ചേക്കുക. ദ മോഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് ഈസ് അൺഅഫക്റ്റഡ് ബൈ ദ പ്രസൻസ് ഓഫ് ഇന്റേണൽ ഫോഴ്സസ്. ഒരു സെന്റർ ഓഫ് മാസിന്റെ മൂവ്മെന്റിനെ ഒരു കാരണവശാലും എക്സ്റ്റേണൽ ഫോഴ്സ് അല്ലാതെ അഫക്റ്റ് ചെയ്യില്ല. ഇന്റേണൽ ഫോഴ്സ് ആണെങ്കിൽ അഫക്റ്റ് ചെയ്യത്തേയില്ല. നോക്കണേ, ഇപ്പൊ നമ്മൾ ഒരു ക്രാക്കർ ഇൻ മിഡ് എയർ, ഇറ്റ് എക്സ്പ്ലോഡ്സ് into fragments. Can you suggest the answer in what happened to the motion of the center of mass after that explosion? What happened to the motion of the center of mass after explosion? Come on, say. Come on, give the answer. Come on. Come on. Give the answer. Yes. It is unaffected. It will continue the same one. That is a very important concept. So we can move with the first question. Come on. Pettanna try cheythu pettanna answer like varane. That is a very important one. Good, very good, very good. Nokku. 3 particles of masses 50 gram, 100 gram and 150 gram are placed at the vertices of an equilateral triangle of side 1 meter. The coordinates of the center of mass will be. Come on.
അപ്പൊ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ഇതൊരു 3 പാർട്ടിക്കിൾ സിസ്റ്റം ആണ് അല്ലെ. അപ്പൊ ഒരു 3 പാർട്ടിക്കിൾ സിസ്റ്റം വരുമ്പോൾ എക്സ് സെന്റർ ഓഫ് മാസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈസിലി പറയാം m1x1 പ്ലസ് m2x2 പ്ലസ് m3x3 ദാറ്റ് ഡിവിഷൻ ബൈ m1 പ്ലസ് m2 പ്ലസ് m3. അപ്പൊ നമ്മൾ ആ കോർഡിനേറ്റ് ആദ്യം കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അതേപോലെ y സെന്റർ ഓഫ് മാസ് എന്ന് പറയുമ്പോൾ we can say that m1y1 plus m2y2 plus m3y3 that division by that m1 plus m2 plus m3 that is very important. അപ്പൊ ഇവിടെ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇതിന്റെ കോർഡിനേറ്റ്സ് നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പൊ ഇത് നമ്മൾ ഫസ്റ്റ് പാർട്ടുകളായിട്ട് എടുക്കുകയാണെങ്കിൽ x1 y1 എന്ന് പറയുന്നത് നമുക്ക് 0 0 ആയിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ പോയിന്റിനെ നമുക്ക് x2 y2 നമ്മൾ കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഇതിന് ഈക്വലാറ്ററൽ ആയിട്ടുള്ള ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ 1 മീറ്റർ എന്നുള്ള ആസ്പെക്ട്സിലേക്ക് നമുക്ക് വരാം. y കോർഡിനേറ്റ് 0 ആകുന്നു. അതേപോലെ ഈ കോർഡിനേറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കണം m3. അപ്പൊ അതിന്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് നമുക്ക് കംഫർട്ട് ആയിട്ട് അത് 1/2 ആയിട്ട് കിട്ടി. 0.5 ആണ്, കാരണം 1ന്റെ പകുതിയാണ്. ഇനി വേണ്ടത് നമ്മുടെ y കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ ഇതാണ്. നമുക്കറിയാവുന്നുള്ളത് ഈ സൈഡാണ്, ഹൈപ്പോട്ടിന്യൂസ് ആണ് 1. അപ്പൊ ഈ സൈഡ് നമുക്ക് വ്യക്തതയോടെ അറിയാം, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. അങ്ങനെയാണെങ്കിൽ ഈ y കോർഡിനേറ്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഞാനത് d എന്ന് കൊടുത്തു. അപ്പൊ d എന്ന് പറയുന്നത് ഓൾട്ടിറ്റ്യൂഡ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ, that is 1 square minus 1/2 square, so that is equal to 1/4. So that is equal to √3/4, √4, it becomes 2. അപ്പൊ നമുക്ക് അവിടുത്തെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് 1/2 √3/2 ആയിട്ട് നമുക്ക് കൊടുക്കാം. that is good. അങ്ങനെയാണെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഉത്തരം, come on quick, പെട്ടെന്ന്, you can, പെട്ടെന്ന് ആൻസറിലേക്ക് വരും. everybody come on. Very good, come on, try it. So m1 എന്ന് പറയുന്നത് മാസ് 50 ഗ്രാം ആയിട്ടാണ് പറയുന്നത്, അതിന്റെ എക്സ് കോർഡിനേറ്റ് 0 ആണ്. m2 എന്ന് പറയുന്നത് 100 ആണ്, അതിന്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് it is given as is equal to that 1 plus m3 എന്ന് പറയുന്നത് that is 150 ആണ്, അതിന്റെ x3 കോർഡിനേറ്റ് എന്ന് പറയുന്നത് that is equal to 1/2 ആണ്. that division by നമുക്ക് 50 plus 100 plus 150, so we can write to be as 300. So that is equal to 100 plus 75. So 175 by 300, and we can say that is equal to 25 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 7/12 എന്ന് നമുക്ക് പറയാം. Then we need that y coordinate. Come on, quick. The m1 again, the 50 gram into y1 as 0. Then m2 has 100 into what about the y2? The y coordinate is 0. That m3 has 150 into what about the y3? It is given as is equal to √3. That division by 2. That division by 300. So 150, 300, it becomes a 2. So we get the value as a √3/4. And what is the answer? Yes, very good. Yes, very good. Yes, very good. So we get that C choice as the answer. So we can move to the next one. That second one, it is nothing but the moment of inertia. ഓർമ്മയിരിക്കുക, വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റ് ആണ്. അപ്പൊ ഇതിനുള്ളില് നിങ്ങളുടെ മെമ്മറിയിലേക്ക് വരേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കേസസ് ഇവിടെ പിക്ചറൈസ് ചെയ്യുന്നുണ്ട്. ഒരു റിംഗ് ആണെങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ about its central axis as mr². For the disk with the central axis, it becomes as mr²/2. അത് keep in mind, ഒരു സോളിഡ് സ്പിയർ എന്നുള്ള ഒരു ആസ്പെക്ട് ആണ് വരുന്നതെങ്കിൽ its value is 2/5 mr². ഒരു ഹോളോ സ്പിയർ ആണെങ്കിൽ 2/3. The rod with the central axis ആണെങ്കിൽ ml²/12. മിനിമം ഈ 5 കാര്യങ്ങളെങ്കിലും മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്നുള്ള ടേമിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം, എങ്കിലേ പ്രധാനപ്പെട്ട പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻസ് നമുക്ക് ചെയ്യുവാൻ പറ്റൂ.
രണ്ട് നിയമവശങ്ങൾ ഒന്ന് മെമ്മറൈസ് ചെയ്യാം. ഒന്ന് പാരലൽ ആക്സിസ് തിയറം, വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ആണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത്, നമുക്കിപ്പോ നമ്മുടെ ഒരു റിങ് കൺസിഡർ ചെയ്താൽ അവന്റെ മാസ്, അവന്റെ റേഡിയസ് r ആണെങ്കിൽ, ഇഫ് ഇറ്റ് റൊട്ടേറ്റ് എബൌട്ട് ഇറ്റ്സ് സെൻട്രൽ ആക്സിസ്, ഈ സെൻട്രൽ ആക്സിസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് m×r² ആണ് എന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ആ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? That means I tangent എന്ന് പറയുന്നത് ഈ നിയമപ്രകാരം it is equal to that center of mass value plus m×a². That is the very important aspect. For this problem, we can say that the center of mass value that is equal to m×r² plus m into the separation between the two axes that is labeled as a. ഇവിടെ അത് റേഡിയസ് ആണെന്ന് നമുക്കറിയാം. സോ we get the value as 2m×r². അതേപോലെ രണ്ടാമത് നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ഒരു തിയറമാണ്, you remember about it, that is called the perpendicular axis theorem. The perpendicular axis theorem. അവിടെ പറഞ്ഞ ഒരൊറ്റ പോയിന്റ് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തേക്കാം. ഒരു പ്ലെയിൻ ലാമിന മാതിരിയുള്ള 2-dimensional ബോഡീസിനാണ് ആ നിയമം ആപ്ലിക്കബിൾ ആയിട്ട് വരിക. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ വരേണ്ട പോയിന്റ്, എക്സ് ആക്സിസിൽ അവനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അവന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ix-ഉം y ആക്സിസിൽ അത് y-ഉം ആണെങ്കിൽ, അവൻ രണ്ട് ആക്സിസും ഒരുമിച്ച് ചേർന്നതിലുള്ള പെർപെൻഡിക്കുലർ ആയിട്ടുള്ള z ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് ix plus iy-ക്ക് തുല്യമായിരിക്കും. ഇതാണ് നമ്മുടെ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. ഈ ഫോർമുലകള് നിങ്ങളുടെ മനസ്സിലെ കൃത്യതയോടെ ഓർത്തിരിക്കുക. റിയലി ഇതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് വേണ്ടിയാണ്. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണ്ടി പെട്ടെന്നാവട്ടെ ഉത്തരം പ്രതീക്ഷിക്കുന്നു. The moment of inertia of a uniform circular disk of radius R and mass M about an axis touching the disk at its diameter and normal to the disk is. Come on kid, പെട്ടെന്നാവട്ടെ. ഒരു ഡിസ്ക് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഏത് നിയമമാണ് ഉപയോഗിക്കാൻ പോവുക? പാരലൽ ആക്സിസ് തിയറം. പെട്ടെന്നാവട്ടെ. Come on kid, come on kid. ചോയ്സ് പെട്ടെന്ന് പറഞ്ഞേ. Come on, come on. Yes, very good. Come on, try it. You can. നമ്മൾ ആ പഠിച്ച പാരലൽ ആക്സിസ് തിയറം ഉപയോഗിച്ചാൽ മതിയാവും. പെട്ടെന്ന് ആൻസറിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റും. Come on, come on. അപ്പൊ ഇവിടെ പറയുന്നത് touching the disk at its diameter and normal to the disk. അപ്പൊ നമ്മുടെ ഡിസ്കിന് നോർമൽ ആയിരിക്കണം. അപ്പൊ ഇതൊരു ഡയമീറ്റർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഡിസ്കിന് നോർമൽ ആയിട്ടുള്ള, അപ്പൊ ടാൻജന്റ് ആക്സിസ് തന്നെയാണെന്നാണ് അവിടെ അർത്ഥം. നമ്മുടെ പാരലൽ ആക്സിസ് നിയമപ്രകാരം നമുക്ക് സിമ്പിൾ ആയിട്ട് ഉത്തരമുണ്ട് അല്ലെ, ICM plus m×a². അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ആൻസർ പറയൂ. വെരി ഗുഡ്, വെരി ഗുഡ്, യു ആർ ഓൺ ദ വേ. ഗുഡ് ഗുഡ് ഗുഡ്. യെസ്, ഐ സെന്റർ ഓഫ് മാസ് എത്രയാണ്? ഒരു ഡിസ്കിന്റെ വാല്യൂ മറന്നു പോകരുത്. നമ്മൾ പറഞ്ഞത് റിങ്ങിന് mr² പറഞ്ഞപ്പോൾ ഡിസ്കിന് mr²/2 ആണ്, പ്ലസ് m into what is the perpendicular separation between the two axes, that is m×r². So that is equal to m×r²/2 plus mr². So we can say as a 3/2 mr². Very good, very good, good, good. So we get to the second option, that is the answer. Good, very good. So dear one, വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഏറ്റവും പ്രാധാന്യമുള്ള, ഏറ്റവും കൂടുതൽ പ്രാവശ്യം നമ്മുടെ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യനുകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പോസിറ്റീവ് ആയിട്ട് കിട്ടാൻ സാധ്യതയുള്ള ഏരിയാസ് നമുക്ക് കവറപ്പ് ചെയ്യാൻ പറ്റും.
അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും വേറൊരു കൺസെപ്റ്റിൽ എടുക്കാതെ ക്ലാസ്സസ് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്ത് ആ പ്രോബ്ലംസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല സാധ്യത വരികയാണ്. മൂന്നാമത് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു പോയിന്റ് റൊട്ടേഷണൽ ഇക്വിലിബ്രിയമാണ്. വി ക്യാൻ സേ ദ പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്. റൊട്ടേഷണൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ലീനിയർ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അതിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ലീനിയർ ഫോഴ്സ് എന്തായിട്ട് മാറണം? 0 ആകണം എന്നുള്ളതാണ് നമ്മുടെ പോയിന്റ്. അതേപോലെ റൊട്ടേഷണൽ ഇക്വിലിബ്രിയം വരുമ്പോൾ നെറ്റ് ടോർക്ക് 0 ആകണം എന്നുള്ളതാണ് പോയിന്റ്. അത് ഏത് പോയിന്റ് ബേസ് ചെയ്താലും നെറ്റ് ടോർക്ക് 0 ആയാൽ മാത്രമേ ആ ബോഡിയെ നമുക്ക് ഇക്വിലിബ്രിയം എന്ന് പറയാൻ പറ്റും. അപ്പൊ ഇവിടെ നമുക്കൊരു ഫിഗർ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. അപ്പൊ അവിടുത്തെ സിറ്റുവേഷൻ നമുക്ക് എങ്ങനെ ഡീൽ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടുത്തെ ഈ ഫൾക്രം പോയിന്റ് ബേസ് ചെയ്തിട്ട് നമുക്കറിയാം, ഇതിപ്പോ ഈ ഒരു പേഴ്സൺ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഫീൽ ചെയ്യും ഇവരുടെ വെയിറ്റ് എന്ന് പറയുന്നത് നമുക്കതിനെ F1 എന്ന് എടുക്കാം. ദാറ്റ് ഈസ് F1 ഈസ് her mass into G, no doubt. അപ്പോ ആ ഫോഴ്സ് ആ F1 എന്ന് പറയുന്നത് നമ്മുടെ ഫൽക്രത്തിൽ നിന്ന് D1 എന്ന് പറയുന്ന ഒരു പെർപെൻഡിക്കുലർ സെപ്പറേഷനിലാണ് ഇരിക്കുന്നതെന്ന് അസ്യൂം ചെയ്യാം. അതേപടി നമ്മുടെ ഇദ്ദേഹത്തിന്റെ വെയിറ്റ് നമുക്കതിനെ F2 എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. അദ്ദേഹത്തിന്റെ വെയിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം M2 ആണെങ്കിൽ M2G, that is acting vertically downward. അത് ഈ ഫൽക്രം ബേസ് ചെയ്തിട്ട് വീണ്ടും ചിന്തിക്കുക, D2 എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു പെർപെൻഡിക്കുലർ സെപ്പറേഷനിലാണ് ആക്ട് ചെയ്യുക എങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നത്? ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, about that fulcrum point, say F, the net force should be 0. That is the very important one. Net torque should be 0. അവിടെ ആദ്യം നിങ്ങളുടെ മനസ്സിൽ വരേണ്ട പോയിന്റ് ടോർക്ക് എന്ന് പറയുന്ന നമുക്കറിയാം പാരലലായിട്ട് നമ്മുടെ ലീനിയർ ഫോഴ്സിന് പകരം നിൽക്കുന്ന ടേമാണ്. ആ ടോർക്ക് കണ്ടുപിടിക്കുവാനുള്ള ഏറ്റവും പ്രധാനമുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ആ ടോർക്കിന് റെസ്പോൺസിബിൾ ആകുന്ന ലീനിയർ ഫോഴ്സ് എന്താണോ ഇൻടു ദാറ്റ് പെർപെൻഡിക്കുലർ സെപ്പറേഷൻ. ഇതാണ് നമ്മുടെ മനസ്സിൽ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ്. ദ ലീനിയർ ഫോഴ്സ് ഇൻടു ദ പെർപെൻഡിക്കുലർ സെപ്പറേഷൻ, അതാണ് നമ്മുടെ ടോർക്ക് കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ രണ്ട് ഫോഴ്സസ് റെസ്പോൺസിബിൾ ആകുന്നുണ്ട് അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കതിനെ τ1 പ്ലസ് τ2 ഷുഡ് ബി ഈക്വൽ ടു 0 എന്നുള്ള ആസ്പെക്ട്സിൽ നമുക്ക് എടുക്കാം. അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കാര്യം, ഈ ഫൾക്രം ബേസ് ചെയ്തിട്ട് ഈ F1 കൊടുക്കുന്ന അവന്റെ മൂവ്മെന്റ് നമ്മളൊന്ന് അനലൈസ് ചെയ്താൽ ഉറപ്പിക്കാം, ഇറ്റ് വിൽ ഗീവ് ദ ആന്റി ക്ലോക്ക് വൈസ് മൂവ്മെന്റ്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന്, നമുക്കറിയാം ടോർക്കിന്റെ റിലേഷൻ എന്ന് പറയുന്നത് R ക്രോസ് F ആണ് അല്ലെ? ഇവിടത്തെ R എന്ന് പറയുന്നത് D അല്ലേ? അപ്പോ R ക്രോസ് F എന്ന് എടുത്തു നോക്കിയേ, അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് മോണിറ്ററിന് എപ്പോഴും പെർപെൻഡിക്കുലർ അല്ലേ? അതുകൊണ്ട് തന്നെ ആന്റി ക്ലോക്ക് വൈസ് ടോർക്ക് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇദ്ദേഹത്തിന്റെ വെയിറ്റ് ഏത് മോഷനാണ് കൊടുക്കുന്നത് നോക്കിയേ, it will give clockwise. And keep in mind the very important concept, and it will provide the negative torque. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ആന്റി ക്ലോക്ക് വൈസ് വരുമ്പോൾ എപ്പോഴും മനസ്സിൽ ചിന്തിക്കുക, ഇറ്റ് വിൽ പ്രൊവൈഡ് പോസിറ്റീവ് ടോർക്ക് ആൻഡ് ദാറ്റ് ക്ലോക്ക് വൈസ് ടോർക്ക് വിൽ ഗീവ് നെഗറ്റീവ് ടോർക്ക് ആണെന്ന് മറക്കരുത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ τ1 എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം നോക്കിയേ. ഇവിടുത്തെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഫോഴ്സ് ഏതാണ്? F1 ആണ്. പെർപെൻഡിക്കുലർ സെപ്പറേഷൻ എന്താണ്? D1 ആണ്. ആന്റി ക്ലോക്ക് വൈസ് അല്ലേ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, അപ്പോൾ അവന് കിട്ടുന്ന ടോർക്ക് പോസിറ്റീവ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ τ2 എങ്ങനെയാണ്? അത് പ്രൊവൈഡ് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് അല്ലേ? നെഗറ്റീവ് ആണ്. റെസ്പോൺസിബിൾ ഫോഴ്സ് എന്താണ്? F2 ആണ്. അതിന്റെ പെർപെൻഡിക്കുലർ സെപ്പറേഷൻ D2 ആണ്. ഇറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് F1 D1 should equal to F2 D2 എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻടു സെപ്പറേഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ദ പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്.
എപ്പോഴും മനസ്സിൽ ഓർക്കണേ, ഫോഴ്സ് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡി. ദാറ്റ് ഈസ് ഇമ്പോർട്ടന്റ്. അപ്പൊ ഓർക്കണം, വെയിറ്റ് കൂടിയ ആളാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡി കുറവായിരിക്കും. അപ്പൊ എഫ് കുറവാണെങ്കിൽ ഡി എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇൻ ഓർഡർ ടു ബാലൻസ്. അപ്പൊ ഈ ഒരു ആസ്പെക്ട് മനസ്സിൽ ബേസ് ചെയ്യുക. ദാറ്റ് ഈസ് ബേസ്ഡ്, അത് നമ്മുടെ കേരള എൻട്രൻസിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കമാൺ, നിങ്ങളുടെ ആൻസേഴ്സ് വെയിറ്റ് ചെയ്യുന്നു. ഇൻ എ ഫിസിക്കൽ ബാലൻസ്, working on the principle of moments, when 5 milligram weight is placed on the left pan, the beam becomes horizontal. Both the empty pans of the balance are of equal mass. Which of the following statement is correct? Up left panel 5 milligram additional ആയിട്ട് കൊടുത്തപ്പോൾ ബാലൻസ് ചെയ്തെങ്കിൽ ചോയ്സസ് നോക്കിയേ. that left arm is longer than the right arm. Both the arms are of the same length. Left arm is shorter than the right arm. Every object that is weighed using the balance appears lighter than the actual weight or heavier than its actual weight. What is your answer? Come on, quick. Principle of moment, keep in mind that F into D must be a constant. Or we can say F1 D1 should equal to F2 D2. Or we can say F proportional to 1 by D. It is very important. Come on, give the answer. Very good, very good, very good. അപ്പൊ നമുക്കറിയാം, ഒരു അഡീഷണൽ ആയിട്ട് ഇപ്പൊ രണ്ട് എംറ്റി ഇതാണ് ഒരേ വെയിറ്റ് എന്ന് പറയുന്നുണ്ട് അല്ലെ, ബാലൻസ്. അപ്പൊ അഡീഷണൽ ആയിട്ട് നമുക്ക് ലെഫ്റ്റിന് കൊടുത്തു എന്ന് വെച്ചാൽ കൂടുതൽ ഫോഴ്സ് അവിടെ വന്നു, എഫ് കൂടുതലായി അല്ലെ. അപ്പൊ ഇൻ ഓർഡർ ടു ബാലൻസ്, വെരി ഗുഡ്, ഡി മസ്റ്റ് ബി ലെസ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ വി ക്യാൻ ടേക്ക് സി എസ് ദി ആൻസർ. ദ ലെഫ്റ്റ് ഹാൻഡ് ഈസ് ഷോർട്ടർ ദാൻ ദ റൈറ്റ് ഹാൻഡ്. ഇറ്റ്സ് വെരി ഗുഡ്, വെരി ഗുഡ്. നിങ്ങളുടെ ആൻസേഴ്സ് വളരെ കൃത്യതയോടെ നിങ്ങളിൽ പലരും ചെയ്തു. വെരി ഗുഡ്, നല്ല ആൻസർ ആണ്. സോ യു ആർ ഓൺ ദ വേ, നല്ലൊരു ട്രാക്കിലോട്ട് നിങ്ങൾ എത്തിയിട്ടുണ്ട്. ഇറ്റ് വിൽ റിയലി ഹെൽപ്ഫുൾ. സോ വി ക്യാൻ മൂവ് വിത്ത് നമ്മുടെ റാങ്ക് നമ്പർ 1 കോൺസെപ്റ്റ് ആണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലെ കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. സാധാരണ രൂപത്തിൽ സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ് ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത്. ആർ ക്രോസ് പി എന്നുള്ള ആസ്പെക്ട്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അവിടെ അത് കണ്ടുപിടിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് ലീനിയർ മൊമെന്റം ഇൻടു പെർപെൻഡിക്കുലർ സെപ്പറേഷൻ എന്നുള്ള ആസ്പെക്ട് തന്നെയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. എന്താണ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം? നമ്മുടെ ന്യൂട്ടന്റെ രണ്ടാം നിയമം ഇൻ ലീനിയർ മോഷൻ പറയുന്ന മാതിരി തന്നെ there is another concept that is called Newton's second law of rotatory motion. അപ്പൊ അവിടെ നമ്മുടെ ലീനിയർ മോഷനിൽ നമ്മൾ പറയുന്ന ഒരു ആസ്പെക്ട് ആണ് എഫ് എന്ന് പറയുന്നത്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. അങ്ങനെയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് റൊട്ടേഷണൽ ആസ്പെക്ട്സിൽ നമുക്ക് എന്ത് പറയാം? സോ ദാറ്റ് ഈസ് ടോ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് dl by dt. It is important. If there is no external torque acting on the body, we can say that the rate of change of angular momentum becomes zero. That means we can say dl is zero. That means L2, the change in angular momentum is zero. That is L2 is equal to L1. Then what we can say, the angular momentum is a constant. അവിടെ ഓർക്കണേ, ലീനിയർ മൊമെന്റം എന്ന് പറയുന്നത് എം ഇൻറ്റു വി നമ്മൾ പറഞ്ഞ മാതിരി തന്നെ ലീനിയർ മൊമെന്റത്തിന് പകരം എല്ലും എമ്മിന് പകരമായിട്ട് ഐയും വിക്ക് പകരമായിട്ട് ഒമേഗയുമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ വി കൻ സേ ദ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഐ ഇൻറ്റു ഒമേഗ ഈസ് എ കോൺസ്റ്റന്റ്. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. അവിടെ എന്താ പറയുന്നത്? നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ഈ ഒരു രണ്ടാമത്തെ ഫിഗർ നിങ്ങൾ നോക്കി, അത് നമ്മുടെ കൈയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് പകരം ഇറ്റ് ഈസ് ക്ലോസ് ടു ദ ബോഡി. അങ്ങനെ വരുമ്പോൾ ആ റൊട്ടേറ്റ് ചെയ്യപ്പെടുന്ന ഒരു വെർട്ടിക്കൽ ആക്സിസ് എടുക്കുമ്പോൾ ദ ഡിസ്ട്രിബ്യൂഷൻ മിനിമം ആണ്.
ആ ഡിസ്ട്രിബ്യൂഷൻ മിനിമം ആണെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ വളരെ ചെറുതാണെന്ന് നമുക്ക് പറയാം. അങ്ങനെ ആകുമ്പോൾ അവന്റെ ആംഗുലാർ വെലോസിറ്റി അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് റൊട്ടേഷൻസ് കൂടുതലാവും. He can round spins with more number of revolutions. That is very important. അതിന്റെ റിവേഴ്സ് കൺസെപ്റ്റ് എടുക്കുമ്പോൾ ഓർക്കുക, that is a very important one. ഇവിടെ extend his legs അല്ലെങ്കിൽ ഹാൻഡ്സ് എന്ന് നമ്മൾ പറയുമ്പോൾ with respect to the vertical axis, the more distribution, in the sense we can say the moment of inertia goes on increasing. അതുകൊണ്ട് തന്നെ ഒമേഗ എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യുന്നു, നമ്പർ ഓഫ് റെവല്യൂഷൻസ് കുറയുന്നു എന്നുള്ള കാര്യം ഓർക്കുക. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട്സ് ആണ്. ഇത് ബേസ് ചെയ്ത് ടൈം പീരീഡും കൈനറ്റിക് എനർജി മൊമെന്റത്തിന്റെ ഒക്കെ ആസ്പെക്ട്സ് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. വി കൻ മൂവ് വിത്ത് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ നൗ. രണ്ട് ക്വസ്റ്റ്യൻസ് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നു. ഒന്ന് ആംഗുലാർ മൊമെന്റത്തിന്റെ ആദ്യത്തെ കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടാണ്. നോക്കൂ, എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. A particle of mass m moves along line PZ with velocity v as shown. What is the angular momentum of the particle about P? Give the answer. Come on, quick. And we know that the angular momentum is nothing but equal to the linear momentum into perpendicular separation. Come on, quick. But an answer one, give the answer. ശ്രദ്ധിച്ച് അതിന് ഉത്തരം പറയാവൂ കേട്ടോ. നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആംഗുലാർ മൊമെന്റം ഓഫ് ദ പാർട്ടിക്കിൾ എബൌട്ട് വിച്ച് പോയിന്റ്? യെസ്, എബൌട്ട് പി ആണ് എന്ന് പറയുമ്പോൾ ഈ പോയിന്റ് ആണ്. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് വൺ. അപ്പൊ പി പോയിന്റ് ബേസ് ചെയ്താണ്. അപ്പൊ ആംഗുലാർ മൊമെന്റം പറയുമ്പോൾ എബൌട്ട് പി എന്ന് പറയുമ്പോൾ ആ പോയിന്റ് ബേസ് ചെയ്തിട്ട് അതിലെ ലൈൻ ഓഫ് ആക്ഷനിലെ ആ പോയിന്റ് ബേസ് ചെയ്തിട്ട് ആ പാർട്ടിക്കിൾ എവിടെയാണോ പോകുന്നത് അതിലെ ലീനിയർ മൊമെന്റം ഇൻറ്റു പെർപെൻഡിക്കുലർ സെപ്പറേഷൻ ബിറ്റ്വീൻ. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ആസ്പെക്ട് ആണ്. എന്താണ് പെർപെൻഡിക്കുലർ സെപ്പറേഷൻ? ദാറ്റ് ഈസ് ബിറ്റ്വീൻ ദ ലൈൻ ഓഫ് ആക്ഷൻ ആൻഡ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അപ്പൊ ഇവിടുത്തെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത് പി ആയിട്ട് മാറും. അപ്പൊ ലൈൻ ഓഫ് ആക്ഷനിൽ തന്നെയാണ് ആക്സിസ് ഇരിക്കുക. അപ്പൊ പെർപെൻഡിക്കുലർ സെപ്പറേഷൻ എന്തായിട്ട് മാറും? That is very important. That is the very important concept. It becomes a zero. അതുകൊണ്ട് തന്നെ angular momentum becomes a zero. So we get the answer as the D choice. ഇനി നിങ്ങളിൽ പലരും പറഞ്ഞ ആൻസർ ഈസ് B. എന്തുകൊണ്ട് അത് നിങ്ങൾക്ക് സംഭവിച്ചു? You consider it based on O. If the question is this one, what is the angular momentum of the particle about O, then you can say your answer is correct. അപ്പൊ അവിടെ എങ്ങനെ പറയാം? That is equal to m into v into the perpendicular separation between the line of action and the axis as L. So ഇവിടെ about P ആയതുകൊണ്ട് we have to consider D choice as the answer. That is good, very good. The approach is good, and we can move into the next one, number 5. No. A thin circular ring of mass m and radius r is rotating about its axis with a constant angular velocity. Two objects, each of mass capital M, are attached gently to the opposite ends of the diameter of the ring. The ring now rotates with an angular velocity omega dash. അപ്പൊ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മുടെ കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം മറന്നു പോകരുത്. അവിടെ നമ്മൾ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് എൽ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ് നമ്മൾ പറഞ്ഞത്. എൽ കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ രണ്ട് സിറ്റുവേഷൻസ് നമ്മൾ എടുക്കുമ്പോൾ I1 ω1 ഷുഡ് ഈക്വൽ ടു I2 ω2 ആണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് എങ്ങനെ ഉത്തരത്തിലേക്ക് വരാൻ പറ്റും? I1 എന്ന് പറയുമ്പോൾ ആദ്യത്തെ കേസിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്. ഇവിടുത്തെ ഫസ്റ്റ് കേസ് ഏതാണ്? ഒരു റിംഗ് ആണ് അല്ലെ, അവന്റെ മാസ് m ആണ്.
അവന്റെ റേഡിയസ് എന്താണ്? ക്യാപിറ്റൽ ആർ ആണ്. അപ്പൊ I1 പകരം നമുക്ക് എന്തെന്ന് കൊടുക്കാം? mr² എന്ന് നമുക്ക് പറയാം. ഇൻറ്റു ഇനിഷ്യലി എന്താണ് അവരോട് പറഞ്ഞിരിക്കുന്നത്? That ring of mass m and radius r is rotating about its axis with constant angular velocity omega. Two objects. അപ്പൊ ആദ്യം നമ്മുടെ കയ്യില് നമ്മുടെ റിംഗ് ഉണ്ട്. ഓക്കെ, അവൻ ഇതിന്റെ ആക്സിസ് ബേസ് ചെയ്ത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഇനിഷ്യലി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ദാറ്റ് ഈസ് mr². ഇനി ഇങ്ങനെ ഇരുന്നിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് രണ്ട് മാസസ്, അവയുടെ മാസസ് എവിടെ വെച്ചെന്നു എന്നാ പറയണേ? Gently meaning there is no external force or the torque is acting on it. അപ്പൊ അത് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ട് വെച്ചു. അങ്ങനെ വരുമ്പോൾ അവന്റെ രണ്ടാമത്തെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ക്യാപിറ്റൽ M മാസ് അവന്റെ റേഡിയസ് അകലെ ആണെങ്കിൽ അവന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് രണ്ടായിട്ട് എടുക്കാം. രണ്ട് മാസസ് ഉണ്ട്. അപ്പൊ 2 ഇൻറ്റു m ഇൻറ്റു r² ആയിട്ട് എടുക്കാം. അപ്പോ നമുക്ക് ഇത് I1 എന്ന് പറയുന്നത് റിംഗിന്റെ ആണ്, 2 എന്ന് പറയുന്നത് നമ്മുടെ മാസസിന്റെ ആണ്. അപ്പൊ സെക്കൻഡ് കേസിലെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഇത് രണ്ടിന്റെയും കൂടെ സമ്മാണ് അല്ലെ. അപ്പൊ അതിലെ സ്മോൾ mr² ഡിസ്കിന്റെ റിംഗിന്റെ കോൺട്രിബ്യൂഷൻ പ്ലസ് 2m into r². So we can say as is equal to small m plus 2m into capital R². That is aspect. So we can substitute here, that is m plus 2m into that much r² into that omega 2. അപ്പോൾ നമുക്ക് അവിടെ സെയിം ആയിട്ടുള്ള ഫാക്ടേഴ്സ് നമുക്ക് പറഞ്ഞാല് we get the value for omega 2. What is that? Small m division by m plus 2m that much into omega. So please select the answer. Come on. Good. Very good. You are on the way. Yes. വളരെ ക്ലാരിറ്റിയോടെ പലരും തിയറി പഠിച്ചിട്ടിരിക്കുന്നുണ്ട്. അത് വളരെ നല്ലൊരു സൈനാണ് കുഞ്ഞുങ്ങളെ. ഏറ്റവും ടോപ്പ് റാങ്കിലേക്ക് വരാൻ നിങ്ങളെ കൊണ്ട് സഹായിക്കും. മിനിമം ഒരു 2 to 3 ടോപ്പിക്സ് ഒരു ദിവസം ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് നിങ്ങൾ കൃത്യതയോടെ നോക്കിപ്പോയാൽ ഇന്നും സമയമുണ്ട്, നമുക്ക് മാക്സിമം കവറപ്പ് ചെയ്യാൻ പറ്റും. മറന്നുപോകരുത്, ഏറ്റവും സ്ട്രെങ്ത് ആയിട്ടുള്ള ടോപ്പിക്കിനെ ഉപേക്ഷിക്കരുത്. അതിനെ തന്നെ കൂടുതൽ കാര്യമായിട്ട് അധ്വാനിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. സോ ഇവിടെ നമുക്ക് ഏതാ ആൻസർ വന്നേ? Come on kid. Very good. So your answer become that D choice is the concept. So very important ആണ് conservation of angular momentum. So we can move with the question number 6. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. Dear students, എൻ്റെ പേര് സാംസൺ എന്നാണ്. ഞാൻ കഴിഞ്ഞ 20 വർഷമായിട്ട് ഫിസിക്സ് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. ഈ ഒരു പാൻഡമിക്കില് പല കുട്ടികൾക്കും കോച്ചിങ്ങിന്റെ അഭാവം അലട്ടുന്നുണ്ടെന്നറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു സജ്ജീകരണം ചെയ്തത്. വീട്ടിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഇൻഫർമേഷൻസ് എത്തിക്കുക ഇൻ മിനിമം ടൈം. സോ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സ്റ്റെപ്പ് എടുത്തത്. സോ പ്ലീസ് ഷെയർ ദിസ് ഇൻഫർമേഷൻ ടു യുവർ ഫ്രണ്ട്സ്. റിയലി ഹെൽപ്പായിരിക്കും. അതോടൊപ്പം തന്നെ ഈ വർഷം കീം എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട 100 ഫിസിക്സ് പോയിന്റ്സ് ഇൻസൈഡ് ദിസ് ചാനൽ റിയലി ഹെൽപ്ഫുൾ ഫോർ യു. അതിനുള്ളിൽ ഒരു മിനിമം 50+ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. അതിനെ ബേസ് ചെയ്ത് കോൺസെപ്റ്റ്സ് ബേസ് ചെയ്തിട്ട് തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസ്. അതോടൊപ്പം ഓർക്കുക, നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്ത ചാപ്റ്റർ വൈസ് സൊല്യൂഷൻസ് നമ്മുടെ 30 ചാപ്റ്റേഴ്സിൻ്റെതും അറൗണ്ട് ഒരു 15 to 20 ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ട് എല്ലാ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള സോൾവ്ഡ് ആയിട്ട് ഇതിനുള്ളിലുണ്ട്. അത് നിങ്ങൾക്ക് നല്ലൊരു ഹെൽപ്പ് ആയിരിക്കും. ഇനിയുള്ള ദിവസങ്ങളിൽ അത് കൃത്യതയോടെ ചെയ്താൽ ഇറ്റ് ഈസ് സോ സഫിഷ്യന്റ്. പ്രത്യേകിച്ച് തിയറി ഒരുവിധം നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ. മറന്നു പോകരുത് കുഞ്ഞുങ്ങളെ. പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ. റിയലി ഹെൽപ്ഫുൾ ഫോർ യു. അതോടൊപ്പം ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കുഞ്ഞുങ്ങളെ. യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 6, എ ഗുഡ് ക്വസ്റ്റ്യൻ. ഇപ്പൊ സാധാരണ ഡൈനാമിക്സ് എന്നുള്ള കൺസെപ്റ്റിൽ വരുമ്പോൾ നമ്മുടെ 1 ഡയമെൻഷണൽ കൈനമാറ്റിക്കിൽ നമ്മൾ പഠിച്ച ഇക്വേഷൻസ് എങ്ങനെയാണ് ഇവിടെ ആപ്ലിക്കബിൾ ആകുന്നു എന്നുള്ളത് ബേസ് ചെയ്തിട്ടാണെന്നുള്ള കാര്യം മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മുടെ ലീനിയർ ആയിട്ട് നമ്മൾ പറയാറുണ്ട് കൈനറ്റിക് എനർജി ഫോർ ലീനിയർ മോഷൻ ½ mv² ആണ് നമ്മൾ പറയുന്നതെങ്കിൽ അത് റൊട്ടേഷണൽ മോഷനിലേക്ക് വരുമ്പോൾ മറന്നു പോകരുത് എമ്മിന് പകരം ഐയും വിക്ക് പകരം ഒമേഗയുമായിട്ട്. വർക്ക് പറയുമ്പോൾ നമുക്കറിയാം, സിമ്പിൾ ആയിട്ട് നമ്മൾ പറയാം F.x എന്നാണ് നമ്മൾ പറയാം, F.r എന്ന് നമുക്ക് പറയാം.
അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ വരുമ്പോൾ അത് ടോ ഡോട്ട് ഡിസ്പ്ലേസ്മെന്റിന് പകരം തീറ്റയായിട്ട് മാറുന്നു എന്നുള്ള കാര്യം മറന്നു പോകരുത്. അതേപോലെ നമുക്കറിയാം ദ പവർ എന്ന് പറയുന്നത് എഫ് ഡോട്ട് വി ആയിട്ടാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അത് ഇവിടെ വരുമ്പോൾ റൊട്ടേഷണൽ ആസ്പെക്ട്സിൽ വരുമ്പോൾ ടോ ഡോട്ട് ഒമേഗ ആയിട്ട് മാറുന്നു. ആ ഡൈനാമിക് ആയിട്ടുള്ള കൺസെപ്റ്റ്സുകളാണ് ഈ ഒരു ഹെഡിങ്ങിൽ ഉദ്ദേശിച്ചത്. നോക്കൂ, എ ഡിസ്ക് ഈസ് സ്പിന്നിങ് അറ്റ് ദ റേറ്റ് ഓഫ് ദാറ്റ് ഒമേഗ ഇറ്റ് ഈസ് ഗിവൻ ആസ് 27.5 radian per second and is slowed at the rate of that alpha, the angular acceleration, that is given as 10 radian per second square. The time after which it will come to rest is, so that is the question. അവിടെ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത് ഒരു ലീനിയർ മോഷൻ ആണ് എന്ന് പറഞ്ഞാൽ അവന് വി എന്ന് പറയുന്ന ഒരു ഫൈനൽ വെലോസിറ്റി ഉണ്ട്, യു എന്ന് പറയുന്ന ഇനിഷ്യൽ വെലോസിറ്റി ഉണ്ട്, എ ആക്സിലറേഷൻ ഇൻ എ ടൈം ടി. സിമ്പിൾ ആയിട്ട് നമ്മൾ അവിടെ റിലേറ്റ് ചെയ്തു, വി is equal to u plus at. ഇതേ കൺസെപ്റ്റ് തന്നെ നമുക്ക് റൊട്ടേഷണൽ മോഷനിൽ നമുക്ക് ഉപയോഗിക്കാം. എങ്ങനെയാണ്? that is equal to omega t is equal to omega 0 plus alpha t. So that is the aspect. വളരെ പ്രധാനപ്പെട്ട. അപ്പൊ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റിക്ക് പകരം ഒമേഗ ടി, ഇനിഷ്യൽ വെലോസിറ്റിക്ക് പകരം ഒമേഗ 0. ദാറ്റ് ഈസ് ആസ്പെക്ട്. ആക്സിലറേഷന് പകരം ആൽഫയാണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടെ വേണ്ടത് സമയമാണ് അല്ലെ. സോ വി ക്യാൻ റൈറ്റ് ദാറ്റ് റിലേഷൻ ആസ് ഒമേഗ ടി മൈനസ് ഒമേഗ 0 എന്ന് പറയുന്നത് ആൽഫ ഇൻറ്റു ടി ആണെങ്കിൽ that time t is equal to omega t minus omega 0, that division by alpha. Come on, try it. Pettannu uttaram parane. The final angular velocity, yes, it is come to rest. So we can say that minus 0 minus omega 0, that is 27.5 radian per second. That division by that happened with an angular acceleration of 10. But it's a retarding one, and hence we can say the negative sign there. So that is equal to, come on, good. What is the answer for it? Very good, very good. Yes, yes. We get the value as 2.75 that much a second. Yes, we get the choice as A. A good question. And a good aspect is coming. Very important ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആണ് നിങ്ങൾ അനിമേഷൻ രൂപത്തിൽ കാണുന്നത്. ആദ്യം നമ്മുടെ റൈറ്റ് സൈഡിലുള്ള ആ ഒരു പ്ലാറ്റ്ഫോം എടുത്ത് അവിടെ ഒരു ഡിസ്കും റിങ്ങും സോളിഡ് സ്ഫിയറും ഹോളോ സ്ഫിയറും റോളിംഗ് നടത്തിയാൽ which one reach the bottom first? And keep in mind, the one with the minimum moment of inertia will reach the bottom first, and the one with the maximum moment of inertia that will on the last. And there is a comparison between sliding and the rolling. So you just observe the block and the solid sphere, and keep in mind, in the sliding motion, the body has to give the energy only for linear motion. But in rolling, the case is entirely different. Have to give the energy for rolling, rotation, and also linear. That is the very important one. ആ റോളിംഗ് ബേസ് ചെയ്തിട്ടുള്ള തിയറി നന്നായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ്, ഒരു റോളിംഗ് ബോഡിയുടെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ലീനിയർ കൈനറ്റിക് എനർജി പ്ലസ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി, ഈ രണ്ട് ആസ്പെക്ട്സുകളാണ്. അപ്പൊ ലീനിയർ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് അവന്റെ സെന്റർ ഓഫ് മാസ് വി വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഹാഫ് എം വി സ്ക്വയർ എന്ന് നമുക്ക് പറയാം. റൊട്ടേഷണൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ഐ ഒമേഗ സ്ക്വയർ എന്ന് നമുക്ക് പറയാം. ഇതിനെ കൂടുതലും യൂസ് ചെയ്യുന്ന ഒരു തരത്തിലേക്ക് നമ്മൾ എഴുതുകയാണെങ്കിൽ സാധാരണ രൂപത്തിലെ ഐക്ക് പകരമായിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് റേഡിയസ് ഓഫ് ഗൈറേഷനുമായിട്ട് ബന്ധപ്പെട്ട റിലേഷൻ ആണ് എം കെ സ്ക്വയർ ഇൻറ്റു ഒമേഗ എന്ന് പറയുന്നത്. കീപ് ഇൻ മൈൻഡ്, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വി ഈക്വൽ ടു ആർ ഒമേഗ എന്ന് നമ്മൾ പറയുമ്പോൾ ഒമേഗയ്ക്ക് പകരമായിട്ട് വി സ്ക്വയർ ഡിവിഷൻ ബൈ ആർ സ്ക്വയർ ആയിട്ട് നമുക്ക് പറയാം. So we can just take that half of v square in common, and to get the value as 1 plus k square division by r square. അങ്ങനെ വരുമ്പോൾ the total kinetic energy എന്ന് പറയുന്നതിന്റെ ഫോർമുല ഇങ്ങനെ വരും.
മറന്നു പോകരുത് എന്താണ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. ഒരു ബോഡി റിംഗ് ആണോ ഡിസ്ക് ആണോ സോളിഡ് സ്ഫിയർ ആണോ എന്ന് തീരുമാനിക്കുന്ന ആസ്പെക്ട് ആണ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. അവിടെ ഓർക്കണേ, നമ്മളൊരു റിംഗ് ആണ് നമ്മുടെ മനസ്സിലുള്ള ഒരു ഒബ്ജക്റ്റ് എങ്കിൽ അവിടെ എം ഇൻറ്റു കെ സ്ക്വയർ എന്ന് പറയുന്ന മൊമെന്റ് ഓഫ് ഇനർഷ്യ എം ആർ സ്ക്വയർ ആയിട്ട് മാറുന്നത് കൊണ്ട് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ എന്ന് പറയുന്നത് അവന്റെ കോഎഫിഷ്യന്റ് ആയിട്ടുള്ള 1 ആയിട്ട് നമുക്ക് പറയാം. പക്ഷെ അതിന് പകരം നമ്മളൊരു ഡിസ്ക് ആണ് എടുക്കുന്നതെങ്കിൽ എം ഇൻറ്റു കെ സ്ക്വയർ എന്ന് പറയുന്നത് എം ഇൻറ്റു ആർ സ്ക്വയർ ബൈ 2 ആയിട്ട് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ മറന്നു പോകരുത്, അവിടെയും കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ കണ്ടുപിടിക്കുമ്പോൾ എം ക്യാൻസൽ ആയിട്ട് എടുക്കുകയാണെങ്കിൽ 1/2 ആയിട്ട് മാറുന്നു അതിന്റെ കോഎഫിഷ്യന്റ്. അപ്പൊ സോളിഡ് സ്ഫിയറിന് പെട്ടെന്ന് ഉത്തരം പറഞ്ഞേ, സോളിഡ് സ്ഫിയറിന് എന്താണ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ? അവന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്താണ്? യെസ്, 2/5 എം ആർ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ആൻസർ പറഞ്ഞേ. യെസ്, നമുക്ക് 2/5 ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ അങ്ങനെയാണെങ്കിൽ we can move with the very important question for you. A body rolls down an inclined plane. Its kinetic energy of rotation is 40% of its kinetic energy of translation. Then the body is റോളിംഗ് മോഷൻ എന്നുള്ള ഒരു ആസ്പെക്ട്സ് പ്രകാരം ഇത് പല പ്രാവശ്യം ആവർത്തിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, റോളിംഗ് മോഷനുമായിട്ട് ബന്ധപ്പെട്ട്. ഇവിടെ പറയുന്നത് കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത് 40% ഓഫ് ദാറ്റ് കൈനറ്റിക് എനർജി ഓഫ് ലീനിയർ. എന്താണ് കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേഷൻ? കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത് നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാം, half I into omega square. That is equal to 40% എന്ന് പറയുമ്പോൾ 0.4 of half m into v square. Come on, പെട്ടെന്ന് ഉത്തരത്തിലേക്ക് വരാൻ ശ്രമിക്കും. So half into, നമുക്കറിയാം I is what? m into k square. v equal to r omega നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഒമേഗ എന്ന് പറയുന്നത് v square division by r square ആയിട്ട് നമുക്ക് എഴുതാം അല്ലെ. That is equal to 0.4 into half m v square. ആ half m v square അങ്ങ് ക്യാൻസൽ ആക്കി കൊടുത്തേ. അപ്പൊ നമുക്ക് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയറിന് വാല്യൂ കിട്ടിയിരിക്കുകയാണ് അല്ലെ. എന്താണ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയറിന്റെ വാല്യൂ? ദാറ്റ് ഈസ് ഈക്വൽ ടു 0.4 എന്ന് വെച്ചാൽ അത് എന്താണ്? 2/5 എങ്കിൽ പ്രഡിക്റ്റ് ചെയ്തേ. വാട്ട് ഈസ് ആൻസർ? വെരി ഗുഡ്, വെരി ഗുഡ്, ഗുഡ് ഗുഡ് ഗുഡ്. You get the answer as that solid sphere. Very good, very good. So we can move with the next one. നിങ്ങളെ നാളെ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ്, വളരെ പ്രധാനപ്പെട്ട 12 ക്വസ്റ്റ്യനുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരും. പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, ദ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് ആൻഡ് ദ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. അതിലെ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ആവർത്തിച്ച കോൺസെപ്റ്റ്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. കൃത്യമായിട്ട് 6:30 തന്നെ നിങ്ങൾ തിയറി നന്നായിട്ട് പഠിച്ചതിന് ശേഷം, അതോടൊപ്പം നേരത്തെ പറഞ്ഞ മാതിരി നിങ്ങളെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ഇറ്റ് ആൻഡ് ഓൾസോ പ്ലീസ് ഷെയർ ടു യുവർ ഫ്രണ്ട്സ് ഓൾസോ. റിയലി ഹെൽപ്ഫുൾ ഫോർ ദ കമ്മിങ് എൻട്രൻസ് എക്സാംസ്. നിങ്ങളുടെ ജൂനിയേഴ്സിനൊക്കെ അതൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി പ്ലീസ് സപ്പോർട്ട് മീ. ആൻഡ് ഓൾസോ സി, നമുക്ക് ഗ്രാവിറ്റേഷൻ ആണ് അടുത്ത് ഡിസ്കസ് ചെയ്യേണ്ട കൺസെപ്റ്റ്സുകൾ. അത് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പോൾ 2018 5 ക്വസ്റ്റ്യൻസ് വരെ ചോദിച്ചിട്ടുണ്ട്, 20ൽ 3 ക്വസ്റ്റ്യൻസ്. അപ്പൊ നമുക്കൊരു 3 to 4 ക്വസ്റ്റ്യൻസ് ഉറപ്പിച്ച് വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് ഗ്രാവിറ്റേഷൻ. അതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പെക്ട്സ് നമ്മളൊന്ന് അനലൈസ് ചെയ്താൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇവിടെ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ബേസ് ചെയ്തിട്ടുള്ള കാര്യം, the variation of gravity with altitude and depth. In addition to that, keep in mind that intensity of gravitational field. അത് പലപ്പോഴും നമ്മുടെ സോളിഡ് സ്പിയറിന്റെ വേരിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട് ആണ്. അതോടൊപ്പം ഹോളോ സ്പിയറിന് എങ്ങനെയാണ് നമ്മുടെ ഇന്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷൻ, അപ്പൊ ആ ഒരു ഗ്രാഫ് ഒന്ന് ഓർക്കണേ. സോളിഡ് സ്പിയറിന് വരുന്ന സമയത്ത് സെൻട്രൽ നിന്ന് ഇങ്ങനെ പോയി ഈ ഒരു വേരിയേഷൻ ഉള്ള ഗ്രാഫ്, അത് അതേ കൺസെപ്റ്റിൽ നമ്മൾ ഹോളോ സ്പിയറിന് വരുമ്പോൾ
ഇൻസൈഡ് അവന്റെ ഫീൽഡ് 0 ആകുമെന്നൊരു ആസ്പെക്ട്സ് മറന്നു പോകരുത്. ഈ ഇന്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ഗ്രാവിറ്റി. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് വൺ. ഇനി ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി, പ്രത്യേകിച്ച് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിയുടെ റിലേഷൻ ഏറ്റവും കൂടുതൽ പ്രാവശ്യം നമ്മുടെ എക്സാമിന് ഉപയോഗിക്കേണ്ടി വന്നിട്ടുള്ള ഒരു ആസ്പെക്ട്സ് ആണ്. നോട്ട് MGH, that is only the potential energy for small separations from earth. Actually നമ്മൾ യൂസ് ചെയ്യേണ്ട റിലേഷൻ ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു FGH by 1 plus H by A. ഏറ്റവും കൂടുതൽ മറ്റൊരു കൺസെപ്റ്റ് ആണ് കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി ആൻഡ് ദ ടോട്ടൽ എനർജി ഓഫ് എ സാറ്റലൈറ്റ്. എസ്കേപ്പ് വെലോസിറ്റി, കെപ്ലർസ് തേർഡ് ലോ. അതിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള റാങ്ക് നമ്പർ 1 എന്ന് പറയുന്നത് നമ്മളുടെ സാറ്റലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട കൺസെപ്റ്റ്സ് ആണ്. സെക്കൻഡ് വൺ ദ വേരിയേഷൻ ഓഫ് G വിത്ത് HD ആണ്. ആൻഡ് ദ തേർഡ് വൺ ആസ് ദ കെപ്ലർസ് തേർഡ് ലോ. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ്സുകൾ വളരെ വ്യക്തതയോടെ പഠിച്ചിരിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. A body weighs 72 Newton on the surface of Earth. What is the gravitational force on it due to the Earth at a height equal to half the radius of the Earth from the surface? അപ്പോൾ എർത്തിന്റെ സർഫസിൽ നിന്ന് അവിടെ ഒരു ഹൈറ്റ് h എന്ന് പറയുന്നത് റേഡിയസ് ബൈ 2 ആണെങ്കിൽ അവിടത്തെ ഫോഴ്സ് എന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് തന്നെയാണ് അല്ലെ? നമുക്കറിയാം സർഫസിലെ വെയിറ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 72 ന്യൂട്ടൺ. അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് എച്ചിൽ എന്തായിരിക്കും? അവിടെ നമുക്ക് അവിടുത്തെ ഗ്രാവിറ്റി എന്ന് പറയുന്നത് d1 ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇതല്ലേ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു സെപ്പറേഷൻ ഫ്രം ദ സെന്റർ, ആ സെപ്പറേഷൻ അകലെയാണെങ്കിൽ G എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? GM ഡിവിഷൻ ബൈ R² അല്ലേ? ദാറ്റ് ഈസ് ദ വെരി ഇമ്പോർട്ടന്റ് വൺ. നമുക്ക് സിമ്പിൾ ആയിട്ട് നമ്മുടെ R എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് എർത്ത് പ്ലസ് ഹൈറ്റ് ആയിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. അതിൽ നിന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് ക്യാപിറ്റൽ R എന്ന് പുറത്തേക്ക് എടുത്തേ, അതൊരു സ്ക്വയർ അല്ലേ? സോ വി ഗെറ്റ് ദ വാല്യൂ ആസ് 1 plus H by R the whole square. എന്താണ് GM by R²? ഓർക്കുന്നുണ്ടോ? That is nothing but the സർഫസിലെ ഗ്രാവിറ്റി ആണ് അല്ലെ? സോ MGS ആയിട്ട് നമുക്ക് കൊടുക്കാം അല്ലെ? സോ ദാറ്റ് ഈസ് ദ ഡിവിഷൻ ബൈ 1 plus H by R that much square. So that is the aspect. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് വന്നേ. നമുക്ക് സർഫസിലെ വാല്യൂ നമുക്ക് കംഫർട്ട് ആയിട്ട് തന്നിട്ടുണ്ട് അല്ലെ? വാട്ട് ഈസ് ദാറ്റ്? 72 ന്യൂട്ടൺ. ദ ഡിവിഷൻ ബൈ 1 plus what is H there? H എന്ന് പറയുന്നത് ഹൈറ്റ് ആണ്. ഇവിടെ തന്നിരിക്കുന്ന R/2 ആണ് അല്ലെ? R/2 by R. അപ്പൊ നമുക്കത് 1/2 ആയിട്ട് നമുക്ക് പറയാം വിത്ത് ഹോൾ സ്ക്വയർ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 72 ഡിവിഷൻ ബൈ 3 സ്ക്വയർ, 3/2 സ്ക്വയർ. So that is equal to 72 by 9/4. And on solving, we get the answer for that 8th question as is equal to, simply we get as A, the choice as 32 Newton. So that is the answer. So that is a very important one. So 32 Newton, A as the choice. Very good, very good. Good, very good. So we can move into the next one, number 9. The variation of G with H and D base ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം. ഓക്കെ, പെട്ടെന്ന് ഒന്ന് ട്രൈ ചെയ്യാൻ ശ്രമിച്ചേ. Come on, everybody. The value of acceleration due to gravity at a height h is equal to R/2 from the surface of the earth. It again equal to G1 at a depth D below the surface of the earth. Then D by R is equal to. അവിടെ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നമുക്ക് പലപ്പോഴും വേരിയേഷൻ ഓഫ് വിത്ത് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് ദാറ്റ് G into 1 minus 2H by R എന്നുള്ള ഒരു റിലേഷൻ ഉപയോഗിക്കാൻ നിങ്ങൾ നിർബന്ധിതമാകും. അരുത്, അത് ഓർക്കുക. ദാറ്റ് വിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് എപ്പോഴും ഏറ്റവും ചെറിയ ഹൈറ്റ് വരുമ്പോൾ മാത്രമാണ്. സോറി, ഹൈറ്റ് H എന്ന് പറയുന്നത് വളരെ ചെറുതാകുന്ന സമയത്ത് മാത്രം. അതല്ലെന്നുണ്ടെങ്കിൽ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, G എന്ന് പറയുന്നത് GM ഡിവിഷൻ ബൈ R² ആണെന്നുള്ള കാര്യം മറന്നു പോകരുത്. എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ എഴുതാൻ പറ്റും, ദാറ്റ് R plus H the whole square. അപ്പൊ ഇവിടത്തെ കേസിൽ നമ്മൾ പറയുമ്പോൾ നോക്കൂ, GM ഡിവിഷൻ ബൈ നേരത്തെ ക്വസ്റ്റ്യനിലെ പോലെ നമ്മൾ R² ഒന്ന് പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ പറയാം,
ഈ gm/r² എന്ന് പറയുന്നത് എന്താണ്? അത് നമ്മുടെ സർഫസിലെ വാല്യൂ ആണ് അല്ലെ. വി കൻ ഡിനോട്ട് ആസ് g0 1 പ്ലസ് ഇവിടുത്തെ h എത്രയായിട്ടാണ് പറയണേ? r/2 എന്ന് പറയുമ്പോൾ അത് എന്തായിട്ട് നമുക്ക് പറയാം? 1/2 ആയിട്ട് പറയാം. ദാറ്റ് ഈസ് സ്ക്വയർ. So that is equal to g0 division by 3/2 square ആണ് അല്ലെ. So that is a very important concept. So നമുക്കത് അവിടെ തൽക്കാലത്തേക്ക് തന്നെ ഇരുന്നോട്ടെ. സോ ഈ ഒരു ഫോർമുലയിലേക്ക് നമുക്കൊന്ന് തിരിച്ചു വരാം. എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട്, കാരണം നമുക്ക് d/r ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ഒരല്പം കഴിഞ്ഞിട്ട് മതി. സോ നമുക്ക് സിമ്പിൾ ആയിട്ട് g0 ഡിവിഷൻ ബൈ 1 പ്ലസ് h/r സ്ക്വയർ. ഇനി പറയുന്നത് ദാറ്റ് വാല്യൂ ഇസ് എക്സാക്ട്ലി ഈക്വൽ ടു എ ഡെപ്ത് d. അപ്പൊ ഡിയിലെ വാല്യൂ എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് നമുക്കറിയാം. ദാറ്റ് ഈസ് g0 into 1 minus d/r ആണ് അല്ലെ. ആ വാല്യൂ ആണ് ഈ തന്നിരിക്കുന്നത് എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ g0 നമുക്ക് സിമ്പിൾ ആയിട്ട് കട്ട് ചെയ്ത് കളയാം. അങ്ങനെയാണെങ്കിൽ 1 മൈനസ് d/r എന്ന് പറയുന്നത് 1/1 പ്ലസ് h എന്ന് പറയുന്നത് r/2 എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. സോ അപ്പൊ അവിടെ 1/2 എടുക്കാം. ദാറ്റ് മച്ച് സ്ക്വയർ ആയി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 3 സ്ക്വയർ. 1 പ്ലസ് 1/2 3/2 സ്ക്വയർ. അപ്പൊ 9/4 ആയി. So our aim is to find what is d/r. So d/r is equal to 1 minus 4/9. So that is equal to 5/9. Very good, very good. And you get the answer as the second choice. Good, very good, very good. And we can move with the question number 10. A good question is waiting. Good question. കുഞ്ഞുങ്ങളെ, ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സോ ട്രൈ ടു സബ്സ്ക്രൈബ് ഇറ്റ് പ്ലീസ്. ഇപ്പോൾ തന്നെ നോക്കൂ. A body of mass m is released from a height equal to the radius r of the earth. The velocity with which it will strikes the surface. ഇത് ക്യാപിറ്റൽ R ആണ്. അപ്പൊ ഇവിടെ നിന്നുള്ള ഹൈറ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ആ ഹൈറ്റ് എന്ന് പറയുന്നത് R ആണ്. അപ്പം ഇവിടെ നിന്നുള്ള ഇത്രയും ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും കൺവേർട്ടഡ് ഇൻ ടു കൈനറ്റിക് എനർജി. അപ്പൊ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ മറന്നു പോകരുത്. ആ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് 1 പ്ലസ് mth/1 പ്ലസ് h/r ആയിരിക്കും. അതായിരിക്കും അവന് കൊടുക്കുന്ന നമ്മളുടെ കൈനറ്റിക് എനർജി. അപ്പൊ ആ വെലോസിറ്റി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. m ക്യാൻസൽ ആവും. സോ gh ഡിവിഷൻ ബൈ 1 പ്ലസ് ഇവിടെ h എന്ന് പറയുന്നത് r ആയിട്ടാണ് പറയുന്നത് അല്ലെ. r/r 1 പ്ലസ് 1. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു v² ഡിവിഷൻ ബൈ 2. So gh division by 1 plus 1 equal to v² by 2 cancel, and hence we can say we take the value as is equal to root gr. ഇവിടെ h എന്ന് പറയുന്നത് r ആയിട്ട് മാറിയിരിക്കുകയാണ്. സോ ഈ ഒരു റിലേഷൻ ഒന്ന് സ്റ്റാർ ചെയ്ത് വെച്ചേക്കണേ. The change in potential energy that is equal to mth division by 1 plus h/r. വളരെ പ്രധാനപ്പെട്ട ആസ്പെക്റ്റ് ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. നിങ്ങൾക്ക് പലർക്കും ആ ഒരു ഉത്തരത്തിലേക്ക് വരാൻ പറ്റി. വെരി ഗുഡ്, വെരി ഗുഡ്. സോ സ്റ്റുഡൻസ്, വി ക്യാൻ മൂവ് വിത്ത് ദം. അനദർ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. എ സാറ്റലൈറ്റ് റിവോൾവ്സ് അറൗണ്ട് ദ എർത്ത് radius r in a circular orbit of radius 3r. The percentage of increase in energy required to lift to an orbit of radius 5r is. അവിടെ നമ്മുടെ മനസ്സിലേക്ക് ടോട്ടൽ എനർജി ഓഫ് എ സാറ്റലൈറ്റ്. അവിടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്ന് മറന്നു പോകരുത്. സാധാരണ ഒരു സാറ്റലൈറ്റ്സിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് മൈനസ് gm ഡിവിഷൻ ബൈ 2r ആണ്. സോറി, r ആണ്. അതോടൊപ്പം കൈനറ്റിക് എനർജി വരുമ്പോൾ gm ഡിവിഷൻ ബൈ 2r. സോ ദ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് മൈനസ് gm ഡിവിഷൻ ബൈ 2r. ഈ മൂന്ന് റിലേഷൻസും നമ്മുടെ സാറ്റലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് മറന്നു പോകരുത്. അവ തമ്മിലുള്ള റിലേഷൻസ് ഓർക്കുക. നമ്മുടെ ടോട്ടൽ എനർജിയും കൈനറ്റിക് എനർജിയും തമ്മിൽ ഒരു മൈനസ് സൈനിന്റെ വ്യത്യാസമേ ഉള്ളൂ. ടോട്ടൽ എനർജിയിൽ നിന്ന് പൊട്ടൻഷ്യൽ എനർജിയിലേക്ക് വരുവാൻ ഒരു 2ന്റെ കുറവേ ഉള്ളൂ. അത് പരസ്പരം ലിങ്ക് ചെയ്ത് ഓർമ്മയിരിക്കട്ടെ. പക്ഷെ ഇവിടത്തെ ക്വസ്റ്റ്യൻ അതല്ല. ഇപ്പോ ഈവൻ 3r റേഡിയസിലാണ്. അപ്പൊ അവന്റെ ടോട്ടൽ എനർജി E1 ആയിട്ടാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ മൈനസ് gm ബൈ 2 ഇൻറ്റു ദാറ്റ് സെപ്പറേഷൻ എന്ന് പറയുന്നത് 3r ആയിട്ട് നമുക്ക് എടുക്കാം. ഇനി അതിനെ നമ്മൾ
എങ്ങോട്ട് കൊണ്ടുപോവുകയാണ്? 5r റേഡിയസിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെയാണെങ്കിൽ അവന്റെ ടോട്ടൽ എനർജി എന്തായിട്ട് മാറും? -g mm division by 2 into 5r ആയിട്ട് മാറും. എങ്കിൽ what is the percentage of increase in energy? എന്ന് പറയുമ്പോൾ നമുക്ക് ഇനിഷ്യൽ എനർജി മൈനസ് ഫൈനൽ എനർജി ബൈ ഇനിഷ്യൽ എനർജി ഇൻറ്റു 100%. സോ ദാറ്റ് ഈസ് ദ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ എനർജി. അപ്പം E1 E2 എടുക്കുമ്പോൾ എല്ലാ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളെയും നമുക്ക് മറന്നേക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ 1/3 ആയിരിക്കും ആദ്യത്തേൽ വരുന്നത് അല്ലെ. -1/5 by 1/3 into 100%. പെട്ടെന്ന് ആൻസറിലേക്ക് വരാൻ ശ്രമിച്ചേ. So 5 minus 3, so that is equal to 2 by 3 into 5 by 1/3. 1/3 cancel into 100%. 2 by 5, that is 0.4, and we get the answer as 40%. Very good, very good. So you get the answer as that D choice. Very good. And we can move with the next one. That 12th question, very important ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്, മറന്നു പോകരുതേ. എസ്കേപ്പ് വെലോസിറ്റി. A spherically uniform planet of mass 8 into 10 to the power of 24 kilogram and radius 6 into 10 to the power of 6 meter is orbiting around the sun. The escape velocity for the planet is classed. പെട്ടെന്ന് ഇക്വേഷൻ ഒന്ന് സെലക്ട് ചെയ്ത് നമ്മൾ ഏത് പ്രോബ്ലവും അപ്രോച്ച് ചെയ്യുമ്പോൾ ആദ്യം വേണ്ടത് ഏത് റിലേഷനിലേക്ക്, ഞാൻ പഠിച്ച ഏത് കോൺസെപ്റ്റ്സിലേക്കാണ് അത് റിലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മുടെ മനസ്സിലേക്ക് എഴുതാൻ പെട്ടെന്ന് V is equal to root of 2gm division by r, that is aspect. So that is equal to, ഇനി ഡയറക്റ്റ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, അതെപ്പോഴും പ്ലാനറ്റിനെ മാത്രമേ അത് ഡിപ്പെൻഡ് ചെയ്യൂ, എറിയുന്ന ബോഡിയുമായിട്ട് ഒരു റിലേഷനും ഇല്ല. ക്യാപിറ്റൽ G അവിടെ തന്നിരിക്കുന്ന വാല്യൂ ഒന്ന് ശ്രദ്ധിച്ചോണേ. യെസ്, 6.6 ഇല്ല, 6 മാത്രമേ ഉള്ളൂ. The mass is 8 into 10 to the power of 24 by the radius as 6 into 10 to the power of 6. Come on, quick, പെട്ടെന്നാവട്ടെ, പെട്ടെന്ന് ആൻസർ പറഞ്ഞേ. Come on. So on calculation, you get the value as 12649, that much meter per second, and we can say 12.6 kilometer per second, and that D as the answer. Very good, very good. Yes. So namala the 13th conceptiലേക്ക് വന്നിരിക്കുകയാണ്. The Kepler's law. ഏറ്റവും കൂടുതൽ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ് അടുത്ത് ചെയ്യാൻ പോകുന്നത്. The Kepler's third law. Planetary motion പറയുമ്പോൾ the square of the time period is proportional to the cube of the semi-major axis. പക്ഷെ സാധാരണ നമ്മളൊരു സർക്കുലർ അപ്രോച്ചിൽ കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് T² proportional to R³ എന്ന് പറയാം. The time period of a satellite of Earth is 5 hours. The separation between the Earth and the satellite is increased to 4 times the previous value. The new time period will begin. നമുക്ക് ടൈം പീരീഡിന്റെ ഇക്വേഷനിലേക്ക് നമ്മൾ പറയുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് അത് 3/2 ആയിട്ട് നമുക്ക് പറയാം. ഇപ്പൊ രണ്ട് സിറ്റുവേഷനിലേക്ക് എടുക്കുമ്പോൾ T2/T1 എന്ന് പറയുന്നത് it is simply become is equal to R2 division by R1, the whole raised to 3/2. So that is equal to R2 by R1, the whole raised to 3/2. അപ്പം രണ്ടാമത്തെ കേസിൽ ഓർക്കുക, that second radius become 4 times as that of the previous one. So R1 that much 3/2. അപ്പൊ നമുക്കിവിടെ 4 എന്ന് പറയുന്നത് 2 സ്ക്വയർ എന്ന് നമുക്ക് എടുക്കാം അല്ലെ, റൈസ് ടു 3/2, 2 cancel. So we get the value as 2 cube. 2 cube എന്ന് പറയുന്നത് നമുക്ക് റഫ്ലി 8 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ what is the answer behind that? Come on, quick, പെട്ടെന്ന് ഉത്തരത്തിലേക്ക് വരും. Yes, very good. Come on, give the answer. So we can say that T2 take the value as is equal to 8 times of that T1.
So we get the answer as 8 times 5. We get the answer as 40 hours. So we get C as the choice. So വളരെ പ്രധാനപ്പെട്ട ചില ക്വസ്റ്റ്യനുകളിലേക്കാണ് നമ്മൾ പോയത്. കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുക, നമ്മൾ കീം എൻട്രൻസിന്റെ സിലബസ് അനലൈസ് ചെയ്യുമ്പോൾ അതിനെ 2 തരത്തിൽ ഡിവൈഡ് ചെയ്യാറുണ്ട്. സ്കോറബിൾ ആയിട്ടുള്ള ചാപ്റ്ററുകളും അതോടൊപ്പം ബ്രെയിൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റാങ്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററുകളും. അതില് നമ്മുടെ ഫസ്റ്റ് വോളിയം ബേസ് ചെയ്തിട്ടുള്ള 3 ക്ലാസ്സസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി സെക്കൻഡ് വോളിയം ആണ് ഫസ്റ്റ് ഇയറിൽ വരുന്നത്. ദാറ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ബ്രെയിൻഡ് ആസ്പെക്ട്സിൽ വരുന്നതാണ്. ബ്രെയിൻഡ് ആസ്പെക്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു പരിധിവരെ സ്കൂളില് നിങ്ങൾ കൃത്യതയോടെ പഠിക്കാത്ത ചില റീജിയൻസ് കൂടിയാണ്. എളുപ്പമാണ് ആ ടോപ്പിക്കുകളെങ്കിൽ പോലും അത് കൃത്യമായിട്ട് പഠിക്കുന്നവർക്ക് റാങ്ക് കൂടുതൽ കിട്ടുന്ന ടോപ്പിക്കുകളാണ്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യതയോടെ നിങ്ങൾ ആ ചാപ്റ്ററുകൾ ഫ്രം സോളിഡ്സ് തുടങ്ങി വേവ്സ് ഓസിലേഷൻ വരെ ശ്രദ്ധിക്കേണ്ട ഏരിയകളാണ്. അപ്പം ടുമോറോ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് ഡേ ഫോർ യു. ദ ഡേ ഫോർ the mechanical properties of solids and mechanical properties of fluids ആയിരിക്കും അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഡിയർ സ്റ്റുഡൻസ്, ഐ ആം സാംസൺ SS, ഒരു ഫിസിക്സ് അധ്യാപകനാണ്. SS ഫിസിക്സ് ക്ലാസ്സസ് എന്നുള്ള ഒരു സ്ഥാപനം നടത്തുന്നു. ഓൺലൈനിലാണ്, ഓൺലൈൻ മോഡാണ്, വെബെക്സ് പ്ലാറ്റ്ഫോമിലാണ് ക്ലാസ്സസ് നടക്കുക. പ്രൗഡ് ടു സേ ഐ എം എ മെന്റർ ഓഫ് കേരള സ്റ്റേറ്റ് ഫസ്റ്റ് റാങ്ക് ആൻഡ് ഓൾസോ NEET 10th റാങ്ക് കാൻഡിഡേറ്റ് with 20 years of experience. അതോടൊപ്പം ഈ ദിവസങ്ങളിൽ ഈ പാൻഡമിക്കില് ഒത്തിരി കുട്ടികൾക്ക് കോച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു തയ്യാറെടുപ്പ് നടത്തിയത്. നിങ്ങൾക്കത് യൂസ്ഫുൾ ആകുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് ഒരു മെസ്സേജ് അയക്കാം. ഇസ് ഇറ്റ് യൂസ്ഫുൾ ഫോർ യു? Come on everybody. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ആ ഡെയിലി റൊട്ടീൻ പെർഫെക്റ്റ് ആയിട്ട് കേട്ടോ. അതായത് നമ്മുടെ ഈ ഒരു കേരള എൻട്രൻസിന്റെ ദിവസം വരെ കൃത്യമായിട്ട് നിങ്ങൾ മാക്സിമം സമയം പഠിക്കുവാനുള്ള ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ വരണം. മിനിമം 15 മുതൽ 16 മണിക്കൂർ വരെ ഒരു ഡയറിയിൽ എഴുതി വെച്ച് അതിനുള്ളിൽ ഓരോ വിഷയവും മിനിമം ഒരു 3 to 4 ടോപ്പിക്കുകളെങ്കിലും കവറപ്പ് ചെയ്യുന്ന തരത്തിൽ മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് എൻഡ് വരുമ്പോൾ എല്ലാ ടോപ്പിക്കുകളും നമുക്ക് കവറപ്പ് ചെയ്യാൻ വേണ്ടി പറ്റൂ. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് വൺ. സോ ഒരു സഹായം എനിക്ക് വേണ്ടത്, പ്ലീസ് ഷെയർ ദിസ് ചാനൽ ടു യുവർ ഫ്രണ്ട്സ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ദെൻ ഓൺലി അതിൻ്റെ ഒരു പ്രയോജനം ഉണ്ടാവും. അതോടൊപ്പം കുഞ്ഞുങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പ്ലീസ് ഷെയർ ഇറ്റ്. താങ്ക് യു. Take care. God bless you. So we can meet tomorrow at 6:30 exactly.